കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി ജനുവരി 19 ചേരും. നേരത്തെ നിശ്ചയിച്ചിരുന്ന യോഗം നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അവസാന നിമിഷം മാറ്റിയിരുന്നു. ഹൈക്കമാൻഡിന്റെ ഇടപെടലോടെയാണ് യോഗം വീണ്ടും വേഗത്തിൽ കൂടാൻ തീരുമാനിച്ചത്. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, നേരത്തെ യോഗം തീരുമാനിച്ചു. ഡൽഹിയിൽ നിന്ന് ദീപാദാസ് മുൻഷി അടക്കം ഇവിടെ എത്തി. പക്ഷേ എന്നിട്ടും യോഗം ചേരാൻ കഴിഞ്ഞില്ല. അതിൽ ഹൈക്കമാൻഡ് അടക്കം കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണോ വീണ്ടും തീയതി തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെ തുടർന്നായിരുന്നു 12-ാം തീയതി ചേരേണ്ടിയിരുന്ന കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം അവസാന നിമിഷം മാറ്റിവെച്ചത്. ഇതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് യോഗത്തിൽ പങ്കെടുക്കാനായി കേരളത്തിന് ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തലേ ദിവസം രാവിലെ തിരുവനന്തപുരത്തെത്തി ഹയാത്തിൽ താമസമാക്കിയിരുന്നു. അതിനുശേഷം മാത്രമാണ് മാറ്റിയ വിവരം അവരെ അറിയിച്ചത്. മാത്രമല്ല, യോഗത്തിൽ പങ്കെടുക്കാൻ ലക്ഷ്യമിട്ട് എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും അദ്ദേഹത്തിന്റെ യാത്രയും തിരുവനന്തപുരം വഴി ആക്കിയിരുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം അതിനു മുമ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ചേർന്ന കെ.പി.സി.സിയുടെ ഭാരവാഹികളുടെ യോഗത്തിൽ വി.ഡി. സതീശൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം നിയമസഭയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി സമയത്ത് കെ.പി.സി.സി ഭാരവാഹി യോഗം തുടങ്ങാത്തതിനെ തുടർന്ന് മറ്റൊരു പരിപാടികളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് തിരിച്ചെത്തുകയും ചെയ്തില്ല. ഇതിൽ കെ സുധാകരന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് കെ.പി.സി.സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും മാറ്റിവെക്കുന്നതിലേക്ക് എത്തിയത്. മാത്രമല്ല, ആ യോഗത്തിലും ഓൺലൈനിലാണ് പങ്കെടുക്കുകയെന്ന് വി.ഡി. സതീശൻ അറിയിച്ചതും കെ സുധാകരനെ പ്രകോപിപ്പിച്ചു. ഇങ്ങനെ തർക്കം തുടരുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് അടിയന്തരമായി യോഗം ചേരണം എന്ന നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ സമ്മേളനം 17-ാം തീയതി തുടങ്ങുകയാണ്. അതിനിടയിലായിരിക്കും ഈ സമ്മേളനം ഇപ്പോൾ നടക്കുക. ഇതിലേക്ക് ഏറ്റവും പ്രധാനമായും നയിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള, മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ബാലിശമായ കാര്യങ്ങളിലുള്ള അഭിപ്രായ ഭിന്നത. ആ ഭിന്നതയിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ വേഗത്തിൽ യോഗം വിളിച്ചു ചേർക്കുന്നത്. ഈ യോഗത്തിൽ നിർണായകമായ പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. ഒന്ന്, പി.വി. അൻവറിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിന്റെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നേതാക്കൾക്കെതിരായ കേസുകൾ, അതിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് നിയമസഭാ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രപരമായ സമീപനങ്ങൾ, ഏതൊക്കെ വിഷയം ഉയർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചർച്ച ചെയ്യേണ്ടതാണ്. ആ യോഗമായിരുന്നു നീണ്ടുപോയത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുമായുള്ള മുന്നൊരുക്കങ്ങളും ഈ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വരേണ്ടതായിരുന്നു. അതാണ് നീണ്ടുപോയത്. അതിലാണ് ഹൈക്കമാൻഡ് അതൃപ്തി രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് സുനിൽ കനകുലുവിന്റെ നേതൃത്വത്തിൽ ഒരു ടീം കേരളത്തിൽ മിഷൻ 2025-ന്റെയും 26-ന്റെയും ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോഴും തീരാത്ത ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ നേതാക്കൾക്കിടയിൽ നിലകൊള്ളുന്നത്. ഇതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഇതേ തുടർന്നാണ് കർശനമായി വേഗത്തിൽ യോഗം വിളിക്കാനുള്ള തുടർന്നായിരുന്നു നേരത്തെ യോഗം മാറ്റിവെച്ചത്. എന്നാൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലോടുകൂടിയാണ് വീണ്ടും യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 19-നാണ് രാഷ്ട്രീയകാര്യ സമിതി ചേരുക. വിവരങ്ങളാണ് കെ.ആർ. സാജു നൽകിയത്.